എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ്.ടി കിച്ചൻ വേഡിലേക്ക് സ്വാഗതം. ഇന്ന് മാങ്ങ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ്.ടി കിച്ചൻ വേഡിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം പച്ചയല്ല, ഇടയ്ക്ക് ഇത്തിരി ചെറുതായിട്ടൊന്ന് പഴുത്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പച്ചമാങ്ങയാണ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണ് കിട്ടിയത്, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു തോടെല്ലാം ഒന്ന് കളയണം. ആ പച്ച തോടെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് ചെത്തിക്കളയണം. അപ്പോൾ ഇപ്പോൾ എവിടെ നോക്കിയാലും മാങ്ങയുടെ സീസണാണല്ലോ. അപ്പം വീടുകളിൽ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് മാങ്ങയുടെ സീസൺ കഴിഞ്ഞാലും നമുക്ക് ഇതൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ കുറേ നാൾ തന്നെ ഇത് കേടാവാതെ സൂക്ഷിക്കാനും പറ്റും. അപ്പം ഞാൻ ഇവിടെ മാങ്ങ എല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ ഇവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ എളുപ്പത്തിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ കുക്കറിൽ വേവിക്കാൻ ഇടുന്നത്. അപ്പോൾ ഞാൻ അതവിടെ ഒരു കുക്കറിലേക്ക് മാങ്ങ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 2 വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുമ്പം അത് അധികം ഇത് കൊത്തൊന്നും കിട്ടില്ല, നല്ലതുപോലെ വെന്തുടഞ്ഞ് കിട്ടും. നല്ലതുപോലെ അതിൻ്റെ ആ മാങ്ങയുടെ പൾപ്പൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനവിടെ മാങ്ങ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പ വെച്ച് നല്ലതുപോലെ അരിച്ച് അതിൻ്റെ ആ ഒരു ജ്യൂസ് എല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇവിടെ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വിധം ഒന്ന് ഒഴിച്ച് നല്ലതുപോലെ സ്പൂണ് കൊണ്ട് ഇതുപോലെ ഒന്ന് നമുക്ക് കലക്കി കൊടുക്കണം. അപ്പം മാങ്ങ നല്ലതുപോലെ വെന്തത് കൊണ്ട് തന്നെ ഒട്ടും തന്നെ തരിയില്ലാതെ നമുക്ക് നല്ലതുപോലെ അതിൻ്റെ ജ്യൂസ് എല്ലാം നമുക്ക് കിട്ടും. അപ്പം ഞാൻ ഇവിടെ ഇതെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുകയാണ്. കണ്ടോ, നല്ലതുപോലെ അതിൻ്റെ ആ ഒരു കൊത്തൊന്നുമില്ലാതെ തന്നെ നമുക്ക് ആ മാങ്ങയുടെ പൾപ്പ് അത്രയും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റാണെങ്കിൽ പറയുകയും വേണ്ട കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും അതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, അത്ര നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കണ്ടോ, നമ്മൾ ആ ഒരു മാങ്ങ അരിച്ചപ്പോൾ തന്നെ കുറച്ച് കൊത്ത് മാത്രമേ നമുക്ക് അതിൽ കിട്ടിയിട്ടുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന എല്ലാ മാങ്ങയും ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ച് വേവിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് മാങ്ങയും വെന്ത് കിട്ടും. നമുക്ക് ഗ്യാസിൽ ലാഭം, ജോലിയെ എളുപ്പമാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതവിടെ ഇതെല്ലാം ഒന്ന് അരിച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ ഇവിടെ മാങ്ങ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇത്ര മാത്രമാണ് നമുക്ക് കൊത്ത് കിട്ടിയത്. അത് നമുക്ക് ഇനി കളഞ്ഞിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ കണ്ട, ഇത് വല പോലെ ഇരിക്കുന്ന കൊത്താണ്, നല്ലതുപോലെ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ മാങ്ങയുടെ ജ്യൂസ് ഒട്ടും തന്നെ തരിയില്ലാതെ എല്ലാം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് പാനിലിട്ട് വറ്റിച്ചെടുക്കണം. അപ്പം ഇത് പെട്ടെന്ന് തന്നെ വറ്റി വരും കേട്ടോ, കുറച്ച് നേരം മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാങ്ങയുടെ ഈ ഒരു ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമുക്കിത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമ്മളിതിൽ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല, നമ്മൾ ആ വേവിച്ചപ്പോൾ ഉള്ള വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ആ ഒരു വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം അധികം പുളിപ്പില്ലാത്ത മാങ്ങയാണ്, അപ്പം ഞാൻ ഇതിൽ കുറച്ച് പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം നല്ല മധുരമുണ്ട്, ഇത് മധുരം ഇല്ലാത്ത പുളിപ്പുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് ഇത്തിരി കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. കാരണം അധികം പുളിപ്പായി കഴിഞ്ഞാൽ അത് നമുക്ക് കഴിക്കാനും അത്ര ഇത് തോന്നില്ല. അപ്പോൾ ഈ ഒരു മാങ്ങയാണെങ്കിൽ അധികം പുളിപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഇനി നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. ആ ഒരു പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നല്ലതുപോലെ കുറുകി കിട്ടണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു മാങ്ങയ്ക്ക് ചെറിയ കളറ് കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് യെല്ലോ കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അധികം പച്ച മാങ്ങയല്ലല്ലോ, അപ്പോൾ നമ്മൾ യെല്ലോ കളറാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾ പച്ച മാങ്ങയാണ് എടുക്കണമെങ്കിൽ നമുക്ക് അത് പച്ച കളർ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് ചതച്ച മുളകാണ് ചേർത്ത് കൊടുത്തത്. കാരണം നല്ല പുളിപ്പും മധുരവും എല്ലാം കൂടിയുള്ള മാങ്ങയായതുകൊണ്ട് നമുക്ക് കുറച്ച് എരിവും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഞാൻ അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കലക്കി വറ്റിച്ചെടുക്കുകയാണ്.
അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഇവിടെ ചേർക്കുന്നില്ല. കാരണം ആ മാങ്ങയ്ക്ക് ചെറിയ പുളിപ്പുണ്ട്, പിന്നെ മധുരത്തിന് മധുരമുണ്ട്, പിന്നെ നമ്മൾ എരിക്ക് വേണ്ടി ഞാൻ കുറച്ച് ചതച്ച മുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മാങ്ങ റെസിപ്പിക്ക്. അപ്പോൾ ഇവിടെ നല്ലതുപോലെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ലതുപോലെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റും കൂടെ ആകുമ്പോൾ ഇത് തീ ഓഫ് ചെയ്ത ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കാം കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പിയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇത് ഇറക്കിയ ശേഷം നമ്മൾ എണ്ണ തടവി വച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്കാണ് ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഇത് കട്ടി കുറച്ച് വേണമെങ്കിൽ ചെയ്യാം, നമുക്ക് കട്ടിക്കും ചെയ്യാം കേട്ടോ. ഞാൻ ഇത് അധികം കട്ടി കുറച്ചല്ല ചെയ്യുന്നത്, ഇത്തിരി കട്ടിക്കാണ് ഞാൻ ഇതിവിടെ ഉണക്കാൻ വേണ്ടി വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ എണ്ണ നല്ലതുപോലെ തടവി കൊടുത്ത ശേഷം അതിലേക്ക് ഞാൻ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ്. ആ ഒരു എല്ലാ ഭാഗത്തും ഒന്ന് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര കട്ടിയാണ് വേണ്ടത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലെയർ ഒന്ന് ഉണങ്ങി വന്നതിന് ശേഷം പിന്നെ വേണമെങ്കിൽ തേച്ച് കൊടുക്കുക, അങ്ങനെയും ചെയ്ത് ഉണക്കുക. ഞാൻ ഇവിടെ 2 പാത്രത്തിലാക്കിയിട്ട് ഇത്തിരി കട്ടിക്കാണ് ഞാൻ ഇവിടെ തേച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. ഇപ്പോൾ നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ മാങ്ങ വച്ചിട്ട് ഒരു 5 മണിക്കൂർ ആയതേ ഉള്ളൂ കേട്ടോ. നല്ല വെയിലാണല്ലോ. ഇപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിൽ വെച്ചാണ് ഉണക്കിയെടുത്തത്. അപ്പം നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ദിവസം നല്ലതുപോലെ വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കാം. ഞാൻ ഇവിടെ ഒറ്റ ദിവസം മാത്രമേ വെച്ചോളൂ. ഇനി നമുക്കൊരു കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് ആ ഒരു കത്തി കൊണ്ടൊന്ന് പൊക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. നല്ല പാട പോലെ ഇളകി വരും. അത്ര നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ. അപ്പോൾ ഇത് അധികം നൈസായിട്ടല്ല ചെയ്തിരിക്കുന്നത്, ഇത്തിരി കട്ടിക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് പൊട്ടിപ്പോകെ ഒന്നും ചെയ്യൂല കേട്ടോ. നല്ല പാട പോലെ തന്നെ ഇളകി വരും. കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ദിവസം കൂടെ വെയിലത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ലതുപോലെ ഉണങ്ങി കിട്ടും. നമ്മൾ കൂടുതൽ ദിവസമൊക്കെ വച്ചിരിക്കുന്നവരെ 2-3 ദിവസത്തെ വെയിൽ കൊള്ളുന്നത് നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇന്നൊക്കെ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അധികം ഞാൻ വെയിൽ വയ്ക്കാത്തതാണ്. ഒരു ദിവസത്തെ വെയിൽ മാത്രമേ കൊണ്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ദിവസം നല്ലതുപോലെ വെയിൽ ഏൽപ്പിച്ച ശേഷം നമുക്ക് ഒരു ബോട്ടിലൊക്കെ ആക്കി നമുക്ക് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നീളത്തിന് 2-3 വര ഒന്ന് വരച്ചു കൊടുത്ത ശേഷം നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഞാൻ ഇത് വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നല്ല കട്ടിക്കാണ് ഞാൻ ഇവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുത്ത് കഴിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് മുതിർന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പം ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ നിറയെ ഇതൊക്കെ തയ്യാറാക്കാൻ പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ഇതൊരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.